രാജഗിരി കരിങ്കൽ ക്വാറിയിൽ അപകടകരമായ രീതിയിലുണ്ടായിരുന്ന കരിങ്കല്ലുകൾ പൊട്ടിച്ചു മാറ്റണമെന്ന കലക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടോ എന്നറിയുവാൻ ജിയോളജി ആൻഡ് മൈനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കരിങ്കൽ ക്വാറിയിൽ പരിശോധന നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. രാജഗിരി കരിങ്കൽ ക്വാറിയിൽ അപകടകരമായ രീതിയിലുണ്ടായിരുന്ന കരിങ്കല്ലുകൾ പൊട്ടിച്ചു മാറ്റണമെന്ന കലക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടോ എന്നറിയുവാൻ ജിയോളജി ആൻഡ് മൈനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കരിങ്കൽ ക്വാറിയിൽ പരിശോധന നടത്തി. ക്വാറിയിൽ നിന്നും കഴിഞ്ഞ മാസം 23-ന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കൂറ്റൻ കല്ലുകൾ രാജഗിരി ജോസ്ഗിരി PWD റോഡിലേക്ക് പതിക്കുന്നത്. ഇതേ തുടർന്ന് ജോസ്ഗിരിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. ചെറുപുഴ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും 8ഓളം കൂറ്റൻ കല്ലുകൾ അപകടകരമായ രീതിയിൽ ക്വാറിയിൽ ഉണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇത് സമയബന്ധിതമായി പൊട്ടിച്ചു മാറ്റുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു. 45 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് വിലയിരുത്തുന്നതിനാണ് ജിയോളജിസ്റ്റ് KR ജഗദീശിന്റെ നേതൃത്വത്തിൽ ക്വാറി സന്ദർശിച്ചത്. 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അത് പ്രവർത്തനം ഏതുവരെയായി എന്നുള്ളത് നോക്കാനാണ് ഞങ്ങളിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളും ഇവിടെ വിസിറ്റ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കല്ലുകൾ അപകട ഭീഷണി ഉണ്ടായിരുന്ന കല്ലുകൾ പൊട്ടിച്ച് താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും 2 കല്ലുകൾ ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ആ ഭാഗത്തും നിൽക്കുന്നുണ്ട്. അതിനു മുമ്പേ ഈ പൊട്ടിച്ച് മാറ്റിയ കല്ലുകൾ ഇവിടുന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് താഴോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പൊട്ടിച്ച് മാറ്റിയ കല്ലുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ ഇടുവാനും ബാക്കി അവരുടെ താഴെയുള്ള ഭാഗത്ത് സ്റ്റോക്ക് ചെയ്യാനുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-25 ദിവസം കൂടെ നമ്മൾ കൊടുത്തിട്ട് ഓർഡറിൽ കൊടുത്തിട്ട് അപ്പോഴേക്ക് തീർത്തിട്ട് ഇനി ഒരു വിസിറ്റും കൂടെ നടത്തി ഇതിൽ എത്ര പോലെ കല്ല് ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പ്രായോഗികം ചെയ്തു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപകടകരമായ കല്ലുകൾ പൊട്ടിച്ചുവെങ്കിലും ഇത് നീക്കം ചെയ്യുന്ന പ്രവൃത്തി എവിടെയും എത്തിയിട്ടില്ല. 2 കല്ലുകൾ ഇനിയും പൊട്ടിക്കുവാനുമുണ്ട്. പൊട്ടിച്ച കല്ലുകൾ ഇവിടെ തന്നെ ഇടുവാനും ബാക്കി റോഡിന് താഴെ സ്റ്റോക്ക് ചെയ്യുവാനുമാണ് തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 25 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ക്വാറി പ്രദേശം സന്ദർശിക്കുമെന്നും ജിയോളജിസ്റ്റ് പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട, ഷൈമ തച്ചുകുന്നേൽ, വിജി K ജോൺ എന്നിവരും രാജഗിരി പൈതൃക സംരക്ഷണ സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ സ്ഥലത്ത് എത്തിയിരുന്നു. അന്ന് അപകടമുണ്ടായപ്പോൾ കൂടിയ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അപകട സാധ്യതയുള്ള കല്ലുകൾ മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷം പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ഇതൊന്ന് വന്ന് നോക്കി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നത്. അപ്പം വന്ന് നോക്കി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ഇനിയും കല്ലുകൾ പൊട്ടിച്ച് നീങ്ങാനുണ്ട്. അവിടെ പൊട്ടിച്ചിട്ട കല്ലുകൾ നീക്കം ചെയ്യാനുണ്ട്. ഒരു കാരണവശാലും ഈ ക്വാറിയുമായിട്ട് മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും അതിന് മുതിരുകയില്ല. ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പമാണ്. കാരണം വലിയ അപകട ഭീഷണിയുള്ള ഒരു ക്വാറിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നും ജനങ്ങളോടൊപ്പം തന്നെയാണ്. പഞ്ചായത്തിൽ ലൈസൻസ് റിന്യൂവലിനുള്ള അപേക്ഷ ഏകദേശം ഒരു 2 മാസത്തിന് മുമ്പായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് നിരവധിയായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുപോലെ നാട്ടുകാരുടെ പരാതിയും നിരവധിയായ പ്രശ്നങ്ങൾ ഉടലെടുത്ത മൂലം പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായിട്ട് യോഗം ചേരുകയും അതിൻ്റെ നിയമവശമെല്ലാം പഠിച്ചുകൊണ്ട് അതിൻ്റെ വിശദമായ പഠന റിപ്പോർട്ടെല്ലാം പഠിച്ചതിന് ശേഷം പഞ്ചായത്ത് അതിന് സ്റ്റോപ്പമ്മ പഞ്ചായത്ത് ഭരണസമിതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വലിയൊരു പരിസ്ഥിതി ആഘാതം എന്ന നിലയിൽ കോറ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വലിയൊരു പാറ ഏകദേശം ഒരു 8 മീറ്ററോളം വീതിയുള്ള ഈ റോഡിന് സമാന്തരമായി വലിയ കോറ വീഴുകയും വലിയൊരു അപകടം, അതായത് സ്കൂൾ സമയത്തൊക്കെ സമയമായിരുന്നു. ആ സമയത്താണ് കോറയിൽ നിന്നും വലിയൊരു പാറക്കല്ല് റോഡിലോട്ട് തെറിച്ചു വീണത്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.